ഇപ്പം മുഖ്യമന്ത്രി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ചില വിഷയങ്ങളിൽ എടുക്കുന്നു എന്ന തരത്തിൽ വിമർശനങ്ങളുണ്ട്. പാർട്ടിക്കുള്ളിലും അത്തരം അതിർത്തിയുണ്ട് എന്ന് പുറത്തു വന്നിരുന്നു. നിഷേധിക്കണം. പക്ഷെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ അവിടെ ഇത് നിയന്ത്രിക്കേണ്ടതും അല്ലെങ്കിൽ ഇതിലൊരു കണക്റ്റീവ് ഇതാകേണ്ടത് പാർട്ടിയാണ്, സംഘടനാപരമായി. ഞാൻ പറഞ്ഞല്ലോ, ഇത് അനിശ്ചിതമായി നീട്ടണോ വേണ്ടയോ, നിലവിലുള്ള സംവിധാനം തുടരണമോ. സ്വാഭാവികമായും KPCC പ്രസിഡന്റൊക്കെ മന്ത്രിമാരാകുമ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാർ മന്ത്രിമാരാണ്. ആ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. സംഘടനാപരമായ അതായത് KPCC നേതൃമാറ്റം KPCC എപ്പോ മാറ്റണം, പുതിയ പ്രസിഡന്റ് ആരാവണം എന്നൊക്കെ തീരുമാനിക്കേണ്ട AICC ആണ്. അപ്പോൾ AICC ആ തീരുമാനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ, കാര്യങ്ങൾ നടത്തി ആ തീരുമാനം പറയും. അപ്പൊ അതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങൾ KPCCക്ക് കീഴിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുക. DCCയുമായി ബന്ധപ്പെട്ട കാര്യം, മണ്ഡലം കമ്മിറ്റി ബന്ധപ്പെട്ട കാര്യം, ബ്ലോക്ക് കമ്മിറ്റി ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ പറയും. KPCCയുടെ അവസാന വാക്ക് ഹൈക്കമാൻഡാണ്, AICC ആണ്. അപ്പൊ എപ്പോ വേണം, എങ്ങനെ വേണം എന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനിക്കും. പരസ്യമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ പരസ്യ അവകാശവാദങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതിനിടയിൽ നേതൃമാറ്റം നടപ്പിലാക്കുന്നതല്ലേ നല്ലത്? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് ഹൈക്കമാൻഡിന് തോന്നുന്നതാണ് ഇപ്പോഴാണ് ഏറ്റവും ഉചിതമായ സമയം. ഹൈക്കമാൻഡ് നടപ്പാക്കും. അതല്ല, അല്പം കഴിഞ്ഞിട്ടാണ് നല്ല സമയം, അപ്പോൾ നീട്ടിക്കൊണ്ടുപോകും. അതിനൊക്കെ അധികാരം ഹൈക്കമാൻഡിനുണ്ട്. അത് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം എന്താണോ അത് അംഗീകരിക്കുക. പക്ഷെ സംഘടനാപരമായി അല്ല, സംബന്ധിച്ച് ലഭിക്കുന്നു. ഇവിടെ പാർട്ടിയും സർക്കാരും ഇതിലൊരു കണക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അത് ഇല്ലാണ്ടാവില്ലേ എന്നത് അനിശ്ചിതത്വം തുടരുമ്പോൾ. പാർട്ടി പ്രസിഡന്റ് തന്നെ ഇപ്പോ ഗവൺമെന്റിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം തീരുമാനങ്ങൾ എല്ലാ സമയത്തും ഈ ഗവൺമെന്റ് വന്നിട്ട് 2 മാസം പൂർത്തീകരിക്കുന്നത് ഈ 18-ാം തീയതിയാണ്. 2 മാസം പൂർത്തീകരിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയ സമയം സംഘടനാ മാറ്റത്തിന്റെ കാര്യത്തിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. സ്വാഭാവികമായും ഹൈക്കമാൻഡിന് കേരളത്തിലെ കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിനനുസരിച്ചുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ചില വിഷയങ്ങളിൽ എടുക്കുന്നു എന്ന തരത്തിൽ വിമർശനങ്ങളുണ്ട്. പാർട്ടിക്കുള്ളിലും അത്തരം അതിർത്തിയുണ്ട് എന്ന് പുറത്തു വന്നിരുന്നു. നിഷേധിക്കണം. പക്ഷെ അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ അവിടെ ഇത് നിയന്ത്രിക്കേണ്ടതും അല്ലെങ്കിൽ ഇതിലൊരു കണക്റ്റീവ് ഇതാകേണ്ടത് പാർട്ടിയാണ്, സംഘടനാപരമായി. ഞാൻ പറഞ്ഞല്ലോ, ഇത് അനിശ്ചിതമായി നീട്ടണോ വേണ്ടയോ, നിലവിലുള്ള സംവിധാനം തുടരണമോ. സ്വാഭാവികമായും KPCC പ്രസിഡന്റൊക്കെ മന്ത്രിമാരാകുമ്പോൾ വർക്കിംഗ് പ്രസിഡന്റുമാർ മന്ത്രിമാരാണ്. ആ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ അതിന്റെ ഭാഗമായി നിൽക്കുന്നവരാണ്. പുതിയ ലീഡർഷിപ്പ് വരണം എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാ രീതിയിലും സ്വാഗതം ചെയ്യുന്നതാണ്. പക്ഷെ അതൊക്കെ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അപ്പൊ ഇപ്പൊ ഒരു വലിയ നീണ്ട കാലയളവ് അങ്ങനെ ആയിട്ടില്ല. 45 ദിവസമേ ഈ ഗവൺമെന്റ് വന്നിട്ട് 45 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കും. ഉചിതമായ സമയത്ത് ആ തീരുമാനം എടുക്കും. അതിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇപ്പോ ലോക്കൽ ബോഡി ഇലക്ഷൻ സമയത്ത് തന്നെയാണ് താഴെത്തട്ടിലുള്ള പുനഃസംഘടന ആവശ്യം നേരത്തെ വരുന്നുണ്ട്. പ്രകാരമാണെങ്കിൽ ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടനയൊക്കെ നടത്താൻ താല്പര്യം. ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞ മാസങ്ങൾ കുറച്ചേ കഴിഞ്ഞു. അല്ല, അങ്ങനെ ലോക്കൽ ബോഡി കഴിഞ്ഞ ഉടനെ പുനഃസംഘടന എന്നുള്ളതില്ല. ഞങ്ങൾ അതിന് മുമ്പ് തന്നെ കുറെ പ്രോസസ്സ് ബ്ലോക്ക് പ്രസിഡന്റുമാർ ചെയ്തു കഴിഞ്ഞു. ബ്ലോക്ക് പ്രസിഡന്റുമാർ വന്നിട്ട് എനിക്ക് തോന്നുന്നു പുതിയ ബ്ലോക്ക് പ്രസിഡന്റുമാർ വന്നിട്ട് 3 വർഷം ആയി കാണുള്ളൂ. 3 വർഷം ആവുന്നേ ഉള്ളൂ. മണ്ഡലം പ്രസിഡന്റുമാരും നടത്തി. അത് ഒരു പുനഃസംഘടന വന്നു കഴിഞ്ഞാൽ താഴെത്തട്ടില് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പുനഃസംഘടന എന്നൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒരു പരിധിവരെങ്കിലും ഉള്ളത് പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും ഉൾപ്പെടെ ഇന്ന് ക്യാബിനറ്റിലാണ്. അപ്പൊ കുറെ കൂടി സ്വതന്ത്രമായി പ്രവർത്തിക്കാനൊരു പുതിയ ബോഡി എന്നുള്ള ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. പുതിയ ആളുകൾ, പുതിയ ലീഡർഷിപ്പ് എന്നുള്ളത്. അല്ലാതെ ഒരു തെരഞ്ഞെടുപ്പ് വന്ന ഉടനെ മാറ്റം എന്നുള്ളതില്ല. അപ്പൊ അതുകൊണ്ട് അത് എപ്പോ വേണമെന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കും.